ഈ ക്ലാസ് അല്പസമയമേ ഉള്ളൂ. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അനവധി വാക്യങ്ങൾ മലയാളം പറയുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ ആ വാക്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുകയും ഈ ക്ലാസ്സിന്റെ രണ്ടാമത്തെ സെഷനിൽ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യും. എനിക്ക് രാവിലെ എഴുന്നേൽക്കേണ്ടതുണ്ടായിരുന്നു, വായിക്കേണ്ടതുണ്ടായിരുന്നു, പഠിക്കേണ്ടതുണ്ടായിരുന്നു, എനിക്കൊരാളെ കാണേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം വന്നിരിക്കുന്ന മലയാള ആശയമാണ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. എന്താണ്? ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനുപയോഗിക്കുന്ന ഇംഗ്ലീഷ് പ്രയോഗം കിട്ടണം. ഇവിടെ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന ഇംഗ്ലീഷ് പ്രയോഗം നമുക്ക് അറിയത്തില്ല എങ്കിൽ നമ്മൾക്ക് എത്ര പദസമ്പത്തുണ്ടെങ്കിലും പറയാൻ സാധിക്കത്തില്ല. ഉദാഹരണമായിട്ട് എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. പോവുക എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? ഗോയാണ്. എനിക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു. വേർഡ് ഏതാണ്? ആ വേർഡ് മാത്രം പറഞ്ഞാൽ മതി. വേർഡ് ഏതാണ്? പഠിക്കുക എന്നുള്ള വേർഡ് ഏതാണ്? സ്റ്റഡിയാണ്. നിൽക്കേണ്ടതുണ്ടായിരുന്നു. സ്റ്റാൻഡാണ്. കളിക്കേണ്ടതുണ്ടായിരുന്നു. പ്ലേ ആണ്. വരേണ്ടതുണ്ടായിരുന്നു. കം ആണ്. പ്രാർത്ഥിക്കേണ്ടതുണ്ടായിരുന്നു. പ്രേ ആണ്. ഈ വേർഡുകളെല്ലാം നമ്മുടെ നാവുതുമ്പിലാണല്ലേ? നമ്മളുടെ എല്ലാവരുടെയും നാവുതുമ്പിലാണ്. എപ്പോൾ ചോദിച്ചാലും നമ്മൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ വേർഡ് മാത്രം പറഞ്ഞാൽ മതിയോ? എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു, ഗോ. എനിക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു, സ്റ്റഡി. എനിക്ക് എഴുതേണ്ടതുണ്ടായിരുന്നു, റൈറ്റ്. ഇങ്ങനെ വേർഡ് മാത്രം പറഞ്ഞാൽ മതിയോ? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് എഴുതേണ്ടി വരുമെന്ന് പറയുമ്പോഴോ? അന്നേരം റൈറ്റ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് പോകേണ്ടി വരും, ഗോ എന്ന് പറഞ്ഞാൽ മതിയോ? എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, ഗോ. അങ്ങനെ പറഞ്ഞാൽ മതിയോ? പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാക്കുകളുടെ അർത്ഥം മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ. നമ്മൾക്ക് ഓരോ സന്ദർഭത്തിൽ ഉപയോഗിക്കാനുള്ള പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള പ്രയോഗങ്ങളെക്കുറിച്ച് അവഗാഹമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് ഭാഷ, ഒരു വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പദസമ്പത്ത് ഉണ്ടായിട്ടും പലവിധ കോഴ്സുകൾ പാസ്സായിട്ടും ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം ആ പ്രയോഗങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നതിന്റെ ഇംഗ്ലീഷ് പ്രയോഗമാണ് ഹാഡ് ടു. എന്താണ്? ഹാഡ് ടു. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഹാഡ് ടു. അത് രണ്ട് വേർഡാണ്, അത് ഒറ്റ വേർഡായിട്ട് പറഞ്ഞാൽ മതി. ഹാഡ് ടു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഹാഡ് ടു. ഹാഡിന്റെ അർത്ഥം എന്താണ്? ചെയ്യേണ്ടതുണ്ടായിരുന്നു. പറഞ്ഞേ. ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഹാഡിന്റെ അർത്ഥം എന്താണ്? ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പറയുവാൻ ഹാഡ് ടുവിന് ശേഷം ആ ക്രിയ ഉപയോഗിച്ചാൽ മതി. ഹാഡ് ടുവിന് മാറ്റം വരുത്തണ്ട. ഹാഡ് ടുവിന് ശേഷം എന്ത് ചെയ്യണം? ക്രിയകള്, വേർബുകൾ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു ഗോ. അപ്പോൾ എനിക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു സ്റ്റഡി. എനിക്കൊരു ലെറ്റർ എഴുതേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു റൈറ്റ് എ ലെറ്റർ. എനിക്കൊരു ലെറ്റർ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു പോസ്റ്റ് എ ലെറ്റർ. അപ്പോൾ ഇത്തരം വാക്യങ്ങളല്ല നിങ്ങൾക്ക് പറയാവുന്നത്. നിങ്ങൾക്ക് എത്ര പദസമ്പത്തുണ്ടോ ആ വാക്കുകൾ ഹാഡ് ടുവിന് ശേഷം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരെന്ത് ചോദിച്ചാലും ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? സന്ദർഭം അനുസരിച്ച് നമുക്ക് മാറി മാറി പറയാൻ കഴിയണം, അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിക്കണം, അവിടെ ആര് പോകും? ഞാൻ അവിടെ പോകാം. അയാളെ ആര് സഹായിക്കും? ഞാൻ അയാളെ സഹായിക്കാം. ഇവിടെ ആരിയിരിക്കും? ഞാൻ ഇവിടെ ഇരിക്കാം. നമ്മൾ സാധാരണ പറയാറുള്ള കാര്യങ്ങളല്ലേ? അപ്പോൾ ഈ വാക്യങ്ങളിലും വന്നിരിക്കുന്ന ആശയം ഏതാണ്? ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന ആശയം ഏതാണ്? ചെയ്യാം. അപ്പോൾ ചെയ്യാം എന്നുള്ള ഇംഗ്ലീഷ് പ്രയോഗം കിട്ടണം. ഓക്കെ, ആ പ്രയോഗം കിട്ടിയെങ്കിൽ മാത്രമേ ഈ വാക്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഇംഗ്ലീഷ് പ്രയോഗമാണ് ഷാൽ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഷാൽ. ഷാലിന് ശേഷം വരുന്ന ക്രിയ ഏതാണോ ആ ക്രിയ ചെയ്യാം. ഞാൻ പോകാം. വളരെ എളുപ്പമായി പെട്ടെന്ന് പറഞ്ഞേ. ഐ ഷാൽ ഗോ. ഞാൻ പഠിക്കാം. ഐ ഷാൽ സ്റ്റഡി. ഞാൻ തുടങ്ങാം. ഐ ഷാൽ സ്റ്റാർട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളെ 1.5 മാസം കൊണ്ട് ഞങ്ങൾ പരിശീലിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രയോഗങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഏതൊരു സാഹചര്യത്തിലും ഈസിയായി ആശയവിനിമയം നടത്താൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഒരു ബേസും കൂടെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വാക്യങ്ങൾ നമ്മളുടെ മാതൃഭാഷയിൽ നമ്മൾ പറയാറുള്ളതാണോ എന്ന് ചിന്തിച്ചിട്ട് അത് ഇംഗ്ലീഷിലൊന്ന് പറയുക. ഓക്കെ? ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്. നിങ്ങൾ മാർക്കറ്റിൽ പോകാറുണ്ടോ? അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾ മാർക്കറ്റിൽ പോകാറില്ല. ഞങ്ങൾ ഇവിടുന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് വളരെ താമസിച്ചാണ്. അതുകൊണ്ട് എൻ്റെ ബ്രദറാണ് അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ആണ് മാർക്കറ്റിൽ പോകാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണ്ടേ? അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ 23 എടുത്ത്. പേജ് നമ്പർ 23 23ാമത്തെ പേജിനകത്ത് 2 ബോക്സ് ഉണ്ട്. ആ 2 ബോക്സിലും 4 സെന്റൻസ് വീതമാണ്. ഓക്കെ, ഏറ്റവും മുകളിലത്തെ ബോക്സിനകത്തെ മലയാള വാക്യം ഞാൻ പറയും. നിങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇംഗ്ലീഷ് വാക്യം വായിക്കണം. ഓക്കെ, അവർ പോകാറുണ്ട്. ദേ ഗോ. അവർ പോകാറുണ്ടോ? ഡു ദേ ഗോ. അവർ പോകാറില്ല. ദേ ഡോണ്ട് ഗോ. അവർ പോകാറില്ലേ? ഡോണ്ട് ദേ ഗോ. ആ 4 സെന്റൻസിന്റെ അവസാനം വന്നിരിക്കുന്ന ഗോ എന്നുള്ള വേർഡല്ലേ? ഇനി നിങ്ങൾ ഗോ വന്നിരിക്കുന്നിടത്തെല്ലാം നിങ്ങൾ റീഡ് എന്ന വേർഡ് ഉപയോഗിക്കുക. ഗോയുടെ സ്ഥാനത്ത് റീഡ്. ഓക്കെ, അവർ വായിക്കാറുണ്ട്. ദേ റീഡ്. അവർ വായിക്കാറുണ്ടോ? ഡു ദേ റീഡ്. അവർ വായിക്കാറില്ല. ദേ ഡോണ്ട് റീഡ്. അവർ വായിക്കാറില്ലേ? ഡോണ്ട് ദേ റീഡ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ആ 4 ഫോംസിന് മാറ്റം വരുത്തില്ല. നമ്മൾ മാറ്റം വരുത്തിയത് എവിടെയാണ്? വേർബ്സ്, ക്രിയകളാണ് നമ്മൾ മാറി മാറി ഉപയോഗിച്ചത്, അല്ലേ? അപ്പോൾ ആ ക്രിയയ്ക്ക് വന്നിരിക്കുന്ന മലയാള അർത്ഥം ഒന്ന് നോക്കി. ആ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന മലയാള വാക്യം ഒന്ന് വായിച്ചു നോക്കി. ആ മലയാള വാക്യത്തിലെ അവസാനത്തെ ആ വേർഡ് മാത്രം വായിച്ചാൽ മതി. മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന പോകാറുണ്ട്.
പോകാറുണ്ടോ, പോകാറില്ല, പോകാറില്ലേ. ഇനി കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ഇംഗ്ലീഷിൽ നോക്കാം. അപ്പോൾ തന്നെ നമ്മൾ ആ ബോക്സിനകത്ത് വായിച്ചത് അവർ പോകാറുണ്ടോ എന്നാണ്. അവർ മാത്രമാണോ പോകാറുള്ളത്? ഞാൻ പോകാറുണ്ട്, നിങ്ങൾ പോകാറുണ്ട്, അവൻ പോകാറുണ്ട്, അവൾ പോകാറുണ്ട്, ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ദേയുടെ സ്ഥാനത്ത് നമുക്ക് ഐ യു ഉപയോഗിച്ചുകൊണ്ട് ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ദേയുടെ സ്ഥാനത്ത് ഐ യു. ഓക്കെ. അപ്പോൾ ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി. ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി. നിങ്ങൾ പഠിക്കാറുണ്ടോ, ഡു യു സ്റ്റഡി. ഓക്കെ, ഒന്നുകൂടെ. ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഇനി ആ സ്റ്റഡി ഇംഗ്ലീഷ് എന്നുള്ള ക്രിയ അടങ്ങിയ ഫ്രേസിന് യാതൊരു മാറ്റം വരുത്തണ്ട. ഓക്കെ, സ്റ്റഡി ഇംഗ്ലീഷ് എന്നുള്ള ക്രിയ അടങ്ങിയ ഫ്രേസ് നമ്മൾ ബേസിലേക്ക് മാറി ഉപയോഗിക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ, ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറില്ല, ഐ ഡോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാറില്ലേ, ഡോണ്ട് യു സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ എഴുതാറുണ്ട്, ഐ റൈറ്റ്. നിങ്ങൾ എഴുതാറുണ്ടോ, ഡു യു റൈറ്റ്. ഞാൻ എഴുതാറില്ല, ഐ ഡോണ്ട് റൈറ്റ്. നിങ്ങൾ എഴുതാറില്ലേ, ഡോണ്ട് യു റൈറ്റ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേക്കാറുണ്ട്, ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock എവരി ഡേ. ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. കണ്ടോ, ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock എന്ന ക്രിയ അടങ്ങിയ ഫ്രേസ് ഓർത്തിരിക്കുക. എന്നിട്ട് നമ്മൾ ബേസുകൾക്ക് മാറി ഉപയോഗിക്കുക. നിങ്ങൾ 5 മണിക്ക് എഴുന്നേക്കാറുണ്ടോ, ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. ഞാൻ 5 മണിക്ക് എഴുന്നേക്കാറില്ല, ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. നിങ്ങൾ 5 മണിക്ക് എഴുന്നേക്കാറില്ലേ, ഡോണ്ട് യു ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. കണ്ടോ, അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്, നിങ്ങൾ മാർക്കറ്റിൽ പോകാറുണ്ടോ? പെട്ടെന്ന് പറഞ്ഞ ഐ ഗോ ടു മാർക്കറ്റ്. നിങ്ങൾ മാർക്കറ്റിൽ പോകാറുണ്ടോ, ഡു യു ഗോ ടു മാർക്കറ്റ്. കണ്ടോ, അപ്പോൾ ആ ഗോ ടു മാർക്കറ്റ് എന്നുള്ള ക്രിയ അടങ്ങിയ ഫ്രേസിന് മാറ്റം വന്നു കണ്ടോ, അർത്ഥ വ്യത്യാസം വന്നു കണ്ടോ. നമ്മൾ ഗോ ടു മാർക്കറ്റ് എന്നുള്ള ആ ക്രിയ അടങ്ങിയ ഫ്രേസിന് യാതൊരു മാറ്റവും വരുത്തിയില്ല, പക്ഷേ അർത്ഥ വ്യത്യാസം വന്നു അല്ലേ. അപ്പോൾ ഇനി ആ ഗോ ടു മാർക്കറ്റ് എന്നുള്ള ക്രിയ അടങ്ങിയ ഫ്രേസ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ബേസുകൾക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ അർത്ഥ വ്യത്യാസം ശ്രദ്ധിക്കുക. ഓക്കെ, എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു ഗോ ടു മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോകാം, ഐ ഷാൽ ഗോ ടു മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്, ഐ ഗോ ടു മാർക്കറ്റ്. നിങ്ങൾ മാർക്കറ്റിൽ പോകാറുണ്ടോ, ഡു യു ഗോ ടു മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോകാറില്ല, ഐ ഡോണ്ട് ഗോ ടു മാർക്കറ്റ്. നിങ്ങൾ മാർക്കറ്റിൽ പോകാറില്ലേ, ഡോണ്ട് യു ഗോ ടു മാർക്കറ്റ്. നിങ്ങൾ മാർക്കറ്റിൽ പോകാറില്ലേ, ഡോണ്ട് യു ഗോ ടു മാർക്കറ്റ്. എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടി വരും, പോകേണ്ടി വരുമെങ്കിൽ പോയിക്കോ അല്ലേ. കണ്ടോ, ഇവിടെ വന്നിരിക്കുന്ന ആശയം മാറി. കണ്ടോ, ചെയ്യേണ്ടി വരും. കണ്ടോ, പോകേണ്ടി വരും. സാധാരണ പറയുന്ന കാര്യങ്ങളല്ലേ. ഒരു മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്, കുടയെടുത്തിട്ടില്ല. മഴ പെയ്താൽ എന്ത് ചെയ്യേണ്ടി വരും, നനഞ്ഞു പോകേണ്ടി വരും. കണ്ടോ, ഓരോ സന്ദർഭം അനുസരിച്ചാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ്. ഓക്കെ, നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മളെ സ്കൂളുകളിലോ കോളേജുകളിലോ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലർക്കും ഇംഗ്ലീഷ് ഭാഷ കീറാമൂട്ടിയായിട്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അതായത് വായിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, വാക്കുകളുടെ അർത്ഥം പഠിക്കുന്നുണ്ട്, ഗ്രാമർ പഠിക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് ധാരാളം പദസമ്പത്തും വിവിധ കാര്യങ്ങളും അറിയാം. പക്ഷേ ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് പദസമ്പത്തേ ഉള്ളെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്താൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തുടർന്നുള്ള സമയം കൊണ്ട് ബോധ്യമാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ നാളെ മുതൽ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയായിരിക്കും. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, സപ്പോസ് നിങ്ങൾ എല്ലാ ബേസും പഠിച്ചിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ നമ്മൾ 2-3 ബേസേ പരിചയപ്പെട്ടുള്ളൂ. എങ്കിലും അത് ഉപയോഗിച്ച് എങ്ങനെയാണ് തുടർന്നുള്ള സമയം ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ഈ ബേസുകൾ മുഴുവനും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും എത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഴിയും എന്നുള്ള കാര്യം ബോധ്യമാവും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എസ്പെഷ്യലി ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്തിയ ആ പ്രയോഗം, അതായത് ബുക്കിനകത്ത് നമ്മൾ നോക്കി പരിചയപ്പെട്ട ആ പ്രയോഗം ഉപയോഗിച്ച് എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത് നമുക്ക് നോക്കാം. ലാസ്റ്റ് പരിചയപ്പെടുത്തിയ ബേസിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ കഴിയുമെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ട് അതിന്റെ പൂർണ്ണ വാക്യം പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾ യെസ് ഓർ നോ പറയുക. അതാകുമ്പോൾ വളരെ എളുപ്പമാണല്ലേ. യെസ് ഓർ നോ. ആർ യു റെഡി? ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ റെഡി. ആം ഐ റൈറ്റ്? യെസ് ഓർ നോ? യെസ്. ഓക്കെ, ലിസൺ ടു മീ. I get up at 5 o'clock every day. I get up at 5 o'clock every day. What time do you get up? At 5 o'clock or 6 o'clock or 7 o'clock? What time do you get up every day? At 5. You get up at 5 o'clock. I read newspaper every day. I read newspaper every day. Do you read newspaper every day? Yes. Fine. I think you also read newspaper. Okay, then what about you? Do you read newspaper? No, you don't read. Do you read newspaper? Yes, okay, you read newspaper. Then what about others? Do you read newspaper? Yes or no? Yes, okay, fine. Then I ask you, do you pray every day? I pray every day. Do you pray every day? Don't you? Yes, okay, you pray every day. Then what about you? Do you pray? Yes, okay, then what about you? Do you pray every day? Yes, you pray every day. Okay, then I ask you, how long do you pray at a time? How long do you pray at a time? That means for 5 minutes, for 10 minutes, for 15 minutes. How long do you pray? How long do you pray at a time? Pardon? 5 to 10 minutes. 5 to 10 minutes you pray. Then what about you? How long do you pray? How long do you pray? You don't pray? Then anyway you should pray. Again I ask you, how many times do you pray every day?
That means 2 times a day or 3 times a day. 2 times a day. 2 times a day. Okay, then what about you? 2 times a day. Well, okay, then let me ask you. Do you play any game? Chess or cricket or badminton like that, anything? Do you play any game? Do you play any game? Yes or no? I think you play. Do you play any game? You play cricket? Fine. Then what about you? Do you play any game? Yes or no? Okay. What about you? Do you play any game? No. Oh, I see. Why don't you play? No time. Pardon? You don't have much time? Or you don't like to play? No. Do you? I like. Okay. You like to play, but you don't have much time. That's why you don't play. Okay, then I ask you, do you brush your teeth? No? I think you brush your teeth. Am I right? Okay, then what about you? Do you brush your teeth? Don't you? Yes, okay. Then what about you? Yes. Okay, fine. Then let me ask you. How many times do you brush your teeth every day? 2 days. 2 times a day. That's good. Keep it up. Okay, then what about you? How many times do you brush your teeth? Pardon? 3 times a day? Is it true? Then it's very good. Okay, then what about you? 2 times. Okay. Then let me ask you. Do you travel on the bus? Sometimes I travel on the bus, but I have come here by car now. But sometimes I travel on the bus. Do you travel on the bus? Yes. Yes, fine. All of you travel on the bus sometimes. Okay. Then I ask you, do you read when you travel on the bus? Any magazine or newspaper like that? Anything? Do you read when you travel on the bus? Do you? Yes. Sometimes you read. Then what about you? I don't read when I travel on the bus. Why don't you read when you travel on the bus? Why don't you read when you travel on the bus? I think it is very difficult to read when we travel on the bus. Am I right? Moreover, it is not good for our eyes to read when we travel on the bus. That's why we don't read when we travel on the bus. Okay. Then I ask you, do you masticate when you drink water? Do you masticate when you drink water? Got the idea? No idea? I think you masticate when you drink water. Masticate. Do you masticate when you drink water? Got the idea? Then, what about you? Do you masticate when you drink water? Have you got? No? Suppose you have studied all the usages of English. Listen to me again. Suppose you have studied all the usages of English. Then you know how to ask if you don't know the meaning of masticate. Then how will you ask in English? How will you ask in English? What's the meaning of masticate? Please ask once again. All of you ask me. What's the meaning? What's the meaning of masticate? Then we say masticate means to chew. Masticate means to chew. Okay, in the same way, I am going to ask you some more questions. Then if you don't get the proper meaning of any word or any sentence, you should ask me the way I showed here. Will you ask me? Are you ready? No Malayalam, only English, okay? I have brothers. I have brothers. Do you have brothers? Don't you? No, you don't have brothers. Then what about you? Do you have brothers? Yes or no? Yes, you have. You have a brother. Okay. Then what about you? Do you have brothers? Yes. How many brothers do you have? How many? 3. You have 3 brothers? Yes. Great. Do you have any vehicle? Car or scooter, bike, like that, anything? Do you have any vehicle? Do you have? Yes, I think you have, and you have. Okay, then what about you? Do you have any vehicle? Okay, then I ask you, do you have mobile phone? Yes or no? I think you have mobile phone. No, you don't have mobile phone? Anyway, you should buy one, okay? Then what about you? Do you have mobile phone? Yes, okay, then don't forget to call your parents after this class with your mobile phone, okay? If you have mobile phone, you should call your parents. After this class with your mobile phone, will you call them? Yes or no? Yes, you will call them. Okay, fine. Then I ask you, do you have bucks? B-U-C-K-S. Do you have bucks with you? I don't have. I think you have enough bucks with you. Do you have bucks with you? Do you understand? Do you have bucks with you? Got the idea? No idea. Okay then, if you don't know the meaning of bucks, then how will you ask in English? What's the meaning of bucks? Then he says, bucks means money. Bucks means money. M-O-N-E-Y, money. Do you have bucks with you? Yes or no? Yes, you have. What about others? Do you have bucks with you? Yes or no? No, you don't have. Then what about you? Do you have bucks with you? No. Okay. In the same way, we can talk with others. If we study all the usages of English, unless we study all the usages of English, no one can speak English well. We may have umpteen vocabulary and certificates, etc. Only with that we cannot speak English. We should study all the usages of English ourselves and teach others too. Then we will be able to speak English as we speak Malayalam. Otherwise we cannot. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ 1-2 ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആശയവിനിമയം നടത്തിയത്. അങ്ങനെയെങ്കിൽ പ്രയോഗങ്ങൾ മുഴുവനും പഠിച്ചു കഴിയുമ്പോഴേക്കും ഏതൊരു സാഹചര്യത്തിലും നമ്മൾക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കും. അപ്പോൾ ഈ ബേസ് പഠിക്കാതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നുകൂടി എടുത്തു പറയട്ടെ,
എത്ര പദസമ്പത്തുണ്ടെങ്കിലും എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഏതെല്ലാം കോഴ്സ് പൂർത്തിയാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിലും ഗ്രാമർ പോയിന്റ്സ് അറിയാമെങ്കിലും ഒരു വ്യക്തിക്കും ആശയവിനിമയം നടത്താൻ സാധിക്കത്തില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്രാമർ പോയിന്റ്സ് പറഞ്ഞോ? ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്രാമർ പോയിന്റ്സ് പറഞ്ഞോ? വർത്തമാനകാലം എന്നോ, ഭാവി കാലം എന്നോ, ഭൂതകാലം എന്നോ, പ്രസന്റ് ടെൻസ് എന്നോ, ആക്റ്റീവ് വോയിസ് എന്നോ, പാസീവ് വോയിസ് എന്നോ, റിപ്പോർട്ടർ സ്പീച്ച് എന്നോ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നോ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നോ, സിംഗുലർ എന്നോ, പ്ലൂറൽ എന്നോ ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. ഇത് നമ്മൾ നമ്മുടെ മാതൃഭാഷ പഠിച്ച രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ മാതൃഭാഷ പഠിച്ചത് എങ്ങനെയാണ്. ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ എങ്ങനെയാണ് മാതൃഭാഷ പഠിച്ചത്. നമ്മളുടെ മാതാപിതാക്കളോ ഗുരുക്കന്മാരോ നമ്മളെ വ്യാകരണ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടല്ല നമ്മൾ ആശയവിനിമയം നടത്താൻ പഠിച്ചത്. നമ്മൾ ഓരോ സാഹചര്യങ്ങളോടെ കടന്നുപോയി ആ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ആശയവിനിമയം നടത്താൻ പഠിച്ചത്. ഇപ്പോൾ നമ്മളൊരു 8 മിനിറ്റോളം ഇംഗ്ലീഷ് സംസാരിച്ചില്ലേ? അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും നല്ലതുപോലെ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കും. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വ്യക്തിയോടോ ഇംഗ്ലീഷുകാരോടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കും. ആ സംഭാഷണ മധ്യത്തിൽ അവർ പറയുന്ന ചില വേർഡുകളോ സെന്റൻസുകളോ നമ്മൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അവരോട് തന്നെ ഇംഗ്ലീഷിൽ ചോദിച്ച് മനസ്സിലാക്കി നമ്മളുടെ സംഭാഷണത്തിലൂടെയും വായനയിലൂടെയും കേൾവിയിലൂടെയും നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. Hi friends, Rainbow English Academy has launched our English learning app. Download the app and enjoy learning. Rainbow English Learning App. Where beginning is half